പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് സ്കോളേഴ്സ് ഹബ്ബ് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അറബിക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് വരുന്ന അസൈൻമെൻറ്റിലാണ് ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻറ്റിലാണുള്ളത്. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മുടെ അസൈൻമെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഉക്തുബ് അനിൽ മസാർ അല്ലദീ സിർതഹു ഫി ബലദിക് വഅഇദ് മുഹാദസതൻ ബൈനക വബൈന സ്വദീഖക അല്ലദീ ഇൽതഖൈത ബിഹി ഫിൽ മസാർ ബഅദ ഫിത്രത്തിൻ തുവീല. അല്ലേ? എന്താ പറയുക, റൈറ്റ് അബൌട്ട് ആൻ എയർപോർട്ട് you have visited in your country, then create a dialogue between you and your friend whom you met at the airport after a long time. അങ്ങനെയൊക്കെ പറയാം നമുക്ക്. അതായത് എന്താണ് ചോദ്യത്തിന് അർത്ഥം വരുന്നത്? നിങ്ങൾ സന്ദർശിച്ച ഒരു എയർപോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതണം. നിങ്ങൾ ഉക്തുബൽ മത്താർ അല്ലെ എയർപോർട്ടിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. എന്നിട്ടോ അവിടുന്ന് ദീർഘകാലത്തിന് ശേഷം നിങ്ങളുമായി കണ്ടുമുട്ടിയ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കൂടെയുള്ള ഒരു മുഹാദസ, ഒരു സംഭാഷണം കൂടി അതിൽ നിങ്ങൾ ചേർക്കേണ്ടതുണ്ട്. നമുക്കിനി ഇൻഡെക്സ് ഒന്ന് നോക്കാം. അല്ലെ, ഇൻഡെക്സിൽ വരുന്നത് മുഖദ്ദിമയാണ്, ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ അൽ മത്താർ അല്ലദീ സിർതഹു ഫി ബലദി, ഞാൻ എൻ്റെ നാട്ടിൽ സന്ദർശിച്ച എയർപോർട്ട്. അതുപോലെ തന്നെ മുഹാദസ ലിഖാഉ സ്വദീഖ് ഫിൽ മത്താർ, മത്താറിൽ വെച്ച് കണ്ടുമുട്ടിയ കൂട്ടുകാരനുമായിട്ടുള്ള സംഭാഷണം. അതുപോലെ തന്നെ അൽ ഖിത്താം, എന്താണ് ഞാൻ പറഞ്ഞതുപോലെ കൺക്ലൂഷനാണ്. പിന്നെ താലീഖ് സുഫലി, അതായത് ഫുട് നോട്ട്. അതുപോലെ തന്നെ അൽ മറാജിയ റെഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ മുഖദ്ദിമയിലേക്ക് തന്നെ ആദ്യം കടന്നു പോകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. യുഅദ്ദുൽ മത്താറു മിൻ അഹമ്മി മുറാഫിഖിൽ ഹയവിയ ഫി അയ്യി ദൗല വഹുവ ബവാബത്തുൽ ഉബൂരി ഇലൽ ആലമിൽ ഖാരിജിയ മക്കാന യൽതഖി ഫിഹി നാസി മിൻ മുഖ്തലിഫിൽ ബൽദാനി വസഖാഫത്ത്. അല്ലേ? എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് വായിക്കുന്നതിന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഒന്നാമത്തെ പാരഗ്രാഫിൽ കാര്യമായിട്ട് മെൻഷൻ ചെയ്തു പോകുന്നത്, എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസിലിറ്റിയാണ്. അത് പുറത്തേക്കുള്ള ലോകത്തിൻ്റെ സെർവിങ് ആസ് ദി ഗേറ്റ് വേ ഓഫ് ദി ഔട്ട്സൈഡ് വേൾഡ്. അല്ലേ? മറ്റൊരു ലോകത്തിൻ്റെ അതൊരു ഗേറ്റ് വേ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ബവാബ എന്നൊക്കെ പറയുമ്പോൾ ഗേറ്റ് വേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അല്ലേ? മറ്റൊരു ലോകത്തിൻ്റെ ഗേറ്റ് വേ പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിജാറത്ത് പറ്റും, സഫർ പറ്റും. അല്ലേ? അതുപോലെ തന്നെ സിയാഹ പറ്റും. തദവ്വുറുൽ ബിലാദി വഇസ്തിഹാരിഹ. അല്ലേ? അതിലൂടെ നമുക്ക് രാജ്യത്തിൻ്റെ തദവ്വുറുൽ ബിലാദ്, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൂടി, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി കൂടി അതിലൂടെ നമുക്ക് ലക്ഷ്യം വെക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വഖദ് സലഹ്തു ലി ഫുർസത്തിൻ സിയാറത്തി അഹദിൽ മസാറാത്തി ഫി ബലദി. അല്ലേ? എനിക്ക് എൻ്റെ നാട്ടിലൊരു എയർപോർട്ട് കാണാനുള്ളൊരു അവസരം ഉണ്ടായി എന്ന് നമ്മൾ പറയും. പിന്നെ വക്കാനത്ത് തജറുബത്തൻ മുമയ്യിസത്തൻ തറക്തു ഫി നഫ്സി ഇന്തിബാഅൻ ജമീല ഇദ് ഷാഹത്തുൻ നിളാമുൽ വാലിദികത്തുൻ ഫിൽ അമൽ അക്ഷരം കുറച്ച് ചെറുതാന്ന് തോന്നുന്നല്ലേ. വതഅറഫ്തു അൽ അഖ്സാമിൽ മതാരിബ് വളായിഫുൽ മുഖ്തലിഫ. അല്ലേ? ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഇറ്റ് വാസ് എ യുണീക്ക് എക്സ്പീരിയൻസ് ദാറ്റ് ലെഫ്റ്റ് എ പ്ലസൻറ്റ് ഇംപ്രഷൻ ഓൺ മീ. അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. അതുപോലെ തന്നെ ഒരുപാട് സെറ്റപ്പ് ഞാൻ അവിടെ കണ്ടു. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ കണ്ടു. അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചും അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ചും വലായിഫിനെ കുറിച്ചും തഅറഫ്തു അൽ അഖ്സാമിൽ മത്താർ. അല്ലേ? അവിടുത്തെ വിവിധങ്ങളായ കിസ്മുകളെ കുറിച്ച് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടുത്തെ വ്യത്യസ്തങ്ങളായ ജോലികളെക്കുറിച്ചും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. അല്ലേ? ഫി ഹാദൽ ബഹ്സ്, ഈ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അസൈൻമെൻറ്റ് റിപ്പോർട്ടിൽ സാരിലു തജറുബത്തി ഫി സിയാറത്തുൽ മത്താർ. അല്ലേ? ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഞാനൊരു എയർപോർട്ട് കണ്ട ഒരു അനുഭവമാണ്. വതഹദ്ദസു അഹമ്മു അക്സാമുഹു വലൈഫ്, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട അക്സാമുകൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചും വലൈഫിനെ കുറിച്ചും ഞാൻ ഇവിടെ
സൂചിപ്പിക്കും. വൈലാഫത്ത് ഇലാ മുഹാദസി ബൈനി വബൈന സ്വദീഖ് അല്ലദീ ഇൽതഖൈതു ബിഹി ഫിൽ മത്വാരി ബഅദ ഫിത്രത്തിൻ ത്വീല. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഒരുപാട് കാലത്തിന് ശേഷം കണ്ട എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു സംഭാഷണം കൂടി ഞാൻ എന്ത് ചെയ്യും, ഈ അസൈൻമെൻറ്റിൽ ചേർക്കും എന്നുള്ളതാണ് നമുക്ക് മുഖദ്ദിമയിൽ കാണാൻ പറ്റുന്ന. ഇൻട്രൊഡക്ഷൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക്, കോർ കണ്ടന്റിലേക്ക് പോവാം. അൽ മത്താർ അല്ലദീ സിർതുഹു ഫി ബലദി, ഞാൻ എൻ്റെ നാട്ടിൽ സിയാറത്ത് ചെയ്ത, സന്ദർശിച്ച എയർപോർട്ട്. അപ്പോൾ അറബി ഞാൻ വായിക്കുന്നില്ല, ഞാൻ അതിൻ്റെ അർത്ഥങ്ങൾ മാത്രം പറഞ്ഞു പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പറയുന്നത് സൈഫിൽ മാലി മത്താറിൻ കോഴിക്കോട് ദൗലി ഫി ബലദി അൽ ഹിന്ദ്, അല്ല ഇന്ത്യയിലുള്ള കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ പോയിട്ടുള്ളത്. അത് ലാസ്റ്റ് സമ്മർ വെക്കേഷനിലായിരുന്നു ഞാനത് കഴിഞ്ഞു പോയത്. ഫി ഒത്തുലത്ത് സൈഫിൽ മാലി, അവസാന സമയത്തുണ്ടായിരുന്നു, സമ്മർ വെക്കേഷനിലാണ് ഞാനങ്ങനെ പോയിട്ടുള്ളത്. وكان ذلك من أجمل التجارب التعليمية في حياتي. كنت أشعر بالفضول المعرفة كيف يعمل المطار, എങ്ങനെയാണ് ഒരു മത്താർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് എങ്ങനെയാണ് ഒരു എയർപോർട്ടിൻ്റെ പ്രവർത്തനം എന്നത് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതെല്ലാം കൂടി എങ്ങനെയാണ് ഒരു മക്കാനൻ വാഹിദിൽ നടക്കുന്നത്, ഒരു സെൻട്രൽ സ്പേസിൽ എങ്ങനെയാണ് അതൊക്കെ നടക്കുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ കാര്യമായിട്ട് തന്നെ പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. when I arrived at the airport with my family, അല്ലെ അതാണ് പറയുന്നത്. ഇന്ദമാ വസൽതു ഇലൽ മത്താർ മാ ഉസ്റത്തി, എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ. എന്നിട്ട് പറയുന്നത് എന്താണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു പോവാണ്. ഞാൻ അവിടുത്തെ വലിയ വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലേസാണ് കണ്ടത്. ഞാൻ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലേസാണ്, കാരണം നമുക്കറിയാം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ് അത്. ലാഹൽതു അനൽ മത്താർ മക്കാനം വാസിയൻ ജിദ്ദം വ മുനള്ളിമം ബി ത്വരീഖത്തിൻ ദഖീഖ, അല്ല വളരെ മനോഹരമായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്പേസാണ് എയർപോർട്ട്. ഞാനതിനെ കാണുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് എണ്ണം ആയിട്ടുള്ള എക്സാമുകൾ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെയുണ്ട്, ഒരുപാട് സെക്ഷൻസ് അവിടെയുണ്ട്. വലിക്കുല്ലി ഖിസ്മിൻ വളീഫത്തിൻ മുഹദ്ദദ, അല്ലെ അവിടെ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിവിടെ അസൈൻമെൻറ്റിൽ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫിൽ ബദായ റഅയ്തു ഖിസ്മൻ ഇസ്തിഖ്ബാൽ വ തദാക്കർ, അല്ലെ ഇസ്തിഖ്ബാൽ വ തദാക്കർ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ ആൻഡ് ടിക്കറ്റിംഗ് സെക്ഷൻ എന്നാണ്. റിസപ്ഷൻ ആൻഡ് ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ, തദാക്കർ എന്ന് പറഞ്ഞാൽ ടിക്കറ്റിംഗ് സെക്ഷൻ എന്ന് പറയാം. നമുക്ക് മനസ്സിലായില്ലേ? ഞാൻ ആദ്യം അതാണ് കണ്ടത്. ഹൈസു യഖൂമുൽ മുവള്ളിഫൂന ബിമുസാഅദത്തിൽ മുസാഫിരീൻ ഫിൽ വുസൂലി അലാ ബിത്വാഖാത്തി സുഊദ് ഇല ത്വാഇറ, അല്ലെ നമുക്കത് എന്താണ് അത് പറയുന്നത്, അവിടെ നമുക്ക് സ്റ്റാഫ് മെമ്പേഴ്സിനെ കാണാം എന്നുള്ളതാണ് പറയുന്നത്. അല്ലെ മുവള്ളിഫൂന മുസാഅദ, അല്ലെ ബിമുസാഅദ എന്താണ് അതിന് അസിസ്റ്റന്റ് പാസഞ്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് മെമ്പേഴ്സും നമുക്കവിടെ പോയാൽ കാണാൻ പറ്റുന്നതാണ്. അത് ബോർഡിംഗ് പാസ് അവർ നോക്കുന്നുണ്ട്, ബിത്താഖത്ത് സുഊദ് ബോർഡിംഗ് പാസ് അവർ നോക്കുന്നുണ്ട്. ആഫ്റ്റർ അത് കഴിഞ്ഞിട്ടോ ബാദാലിക്ക മറന അബർ കിസ്മത്ത് തഫ്തീഷിൽ അമ്നി, അല്ലേ നമുക്കവിടെ സെക്യൂരിറ്റി ചെക്ക് സെക്ഷൻ കാണാൻ പറ്റും. അല്ലേ അവിടെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് നടക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫീസേഴ്സൊക്കെ അവരുടെ പാസഞ്ചേഴ്സിനും അവിടത്തേക്ക് വന്ന പാസഞ്ചേഴ്സിനെയും അവരുടെ ലഗേജിനെയൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അല്ലേ തഅല്ലംതു അന്ന ഹാദൽ ഖിസ്മു മുഹിമ്മു ജിദ്ദൻ ലിഹിമായത്തിൽ ജമീഅ, എല്ലാവരുടെയും പ്രൊട്ടക്ഷന് കാരണമാവുന്ന, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു സെക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം സുമ്മ ഷാഹത്തു ഖിസ്മുൽ ജമാരിക് വൽ ഹിജ്റ വഹുവ മസ്ഊലി അൻ തഅക്കുദ് മിൻ വസായിഖ് റസ്മിയ ലിൽ മുസാഫിരിൻ ഖാദിമീന വൽ മുഗാദിരി. അല്ലേ അടുത്ത് കണ്ടത് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ സെക്ഷനാണ്. കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ സെക്ഷൻ ഖിസ്മുൽ ജമാരിക് വൽ ഹിജ്റ, ഖിസ്മുൽ ജമാരിക് വൽ ഹിജ്റ ഇത് പുറത്തുനിന്ന് വരുന്ന ഒഫീഷ്യലായിട്ട് വരുന്ന ട്രാവൽ ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുന്ന
അതുപോലെ അവരുടെ ട്രാവൽ ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുന്ന, പുറത്തേക്ക് പോകുന്ന അവരുടെ ട്രാവൽ ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുന്ന സ്ഥലമായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ കസ്റ്റംസിൻ്റെയും ഇമിഗ്രേഷൻ സെക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവിടെയാണ് എന്ത് ചെക്ക് ചെയ്യുക, നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ വിസയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുന്ന ചെയ്യും. അതിൽ ജവാദ് സഫർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് പാസ്പോർട്ടാണ്. അതുപോലെ തന്നെ തഅശീറത്ത് എന്ന് പറയുന്നത് വിസയാണ്. കാരണം ആമിലു ഉനാക്ക യതഹദ്ദസൂന ബഅദത്തുൽ ലുഗാത്ത് മിമ്മാ യദുല്ലു അല തനവ്വുഇൽ മുസാഫിരീൻ അല്ലദീന യസൂറൂനൽ മത്താർ. നമുക്കിവിടെ കാണാൻ പറ്റും അവർ വ്യത്യസ്തങ്ങളായ ലാംഗ്വേജിൽ പഠിക്കുന്ന വ്യത്യസ്തമായ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആളുകളാണ് അവർ, ഉദ്യോഗസ്ഥന്മാരൊക്കെ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എത്ര തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാവലേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്, അവരെയൊക്കെ ഡീൽ ചെയ്യാൻ പറ്റിയ വ്യത്യസ്ത ഭാഷക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പോയാൽ കമാ യൂജിദ് ഖിസ്മു ഖിദ്മാത്തിൽ അംത്യ. ഖിദ്മാത്തിൽ അംത്യ എന്ന് പറഞ്ഞാൽ ബാഗേജ് സർവീസ് സെക്ഷൻ. അംത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മത്താകുകൾ ലഗേജുകൾ അതിനെ ഡീൽ ചെയ്യുന്ന, അതിനെ ഖിദ്മത്ത് ചെയ്യുന്ന സെക്ഷനാണ്. ഹൈസു തുഅസ്സിഉൽ ഹഖായിബു അലൽ റിഹ്ലാത്തിൽ മുഖ്തലിഫ. അത് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് അവിടെ ലഗേജുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലൈറ്റുകൾക്കനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടോ ഓരോന്നിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റുകൾക്കനുസരിച്ച് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം വ്യത്യസ്തമായ മോഡേൺ എക്യുപ്മെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, പിന്നെ അത് കൃത്യമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കും. അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ എയർ ട്രാഫിക് കൺട്രോൾ സെക്ഷൻ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. നമുക്കതിനെ ATC എന്ന് ചുരുക്കി പറയാവുന്നതാണ് അല്ലേ. സിയാനത്തും നിളാഫത്തുല്ലതി യാമലു ബിസ്തിംറാലി ഹിഫാദി അല ബൈന തആമിനത്തും നദീഫ. നമുക്കിവിടെ ഓക്കെ ഒരു സെക്ഷൻ ചെറുങ്ങനെ വിട്ടിട്ടുണ്ട്. ഓക്കെ, ഏതായാലും അതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ട്. ATC നമുക്കതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കൂടി ഞാൻ അതും കൂടി സന്ദർശിച്ചു എന്നുള്ളതാണ് ഈ ഒരു സന്ദർശകൻ അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റിൽ പറയുന്നത് പോലെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടോ നമ്മളവിടെ എന്താണ് കണ്ടത്, അവിടെയാണ് കാര്യമായിട്ട് ATCയിലാണ് എയർക്രാഫ്റ്റുകളുടെ മൂവ്മെൻറ്റ് അല്ലേ. ഈ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അത് ആകാശത്തോടു കൂടിയാണോ റൺവേയിലാണോ, അതൊക്കെ എങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും അപകടാവസ്ഥ ഉണ്ടോ. അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ ATC വർക്ക് ചെയ്യണം. ATC എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പൈലറ്റുമാരെ കോർഡിനേറ്റ് ചെയ്യാനും വയർലെസ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ATC ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ. ഇനി ഫി ദാഖിലുൽ മത്താർ, മത്താറിൻ്റെ ഉള്ളിൽ റഅയ്തു മുഹല്ലാത്തു തിജാരിയ വ മതാഇമിൻ വ മകാതിബിൽ ഖിദ്മത്തിൽ ഉമലാ അല്ലേ കുല്ലുഹാ തുൽഹറമു ഇഹ്തിമാമി ഇസാറത്തുൽ മത്താർ ബിറാഹത്തിൽ മുസാഫിരീൻ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് റഅയ്തു മഹല്ലാത്തുൽ തിജാരിയ അല്ലേ, ഒരുപാട് തിജാറത്തിൻ്റെ സ്ഥലങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് മതായിമ് റെസ്റ്റോറൻറ്റുകൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ മക്കാത്തിബോ ലി ഖിദ്മത്തിൽ ഉമലാ എന്താണ് കസ്റ്റമർ സർവീസ് സെൻ്ററുകൾ ഓഫീസുകൾ ഞാൻ കാണുകയുണ്ടായി. മക്കാത്തിബ് ലി ഖിദ്മത്തിൽ ഉമലാ കസ്റ്റമർ സർവീസ് ഓഫീസസ്. ഓക്കെ, എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒക്കെ എയർപോർട്ട് എത്ര കണ്ട് മാനേജ്മെൻ്റ് ആണ്, എത്ര കണ്ട് പാസഞ്ചേഴ്സിനെ കംഫർട്ടാക്കാൻ വേണ്ടിയാണ് എയർപോർട്ട് വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിൽ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. അത് എത്ര കണ്ട് എയർപോർട്ടുകൾ ക്ലിയർ ആണ് എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ ഒരു കിസ്മോ സിയാനത്ത് ബൻ നിലാഫ, അതുപോലെ തന്നെ കെയറിങ് ആൻഡ് ക്ലീനിങ് സെക്ഷൻ കൂടിയുണ്ട്. അത് അവർ വളരെ നന്നായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ, അവിടുത്തെ എൻവിറോൺമെൻറ്റ് സേഫ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുന്നതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ.
ഇസ്തിമ്രാൽ ഹിഫ്ളി അൽ ബിയയ്യ അമിനത്തും നദീഫ, നല്ല ആമിനത്തും നദീഫ, നല്ല സംരക്ഷണവും അതുപോലെ തന്നെ ക്ലീനിങ്ങും നൽകുന്ന ഒരു ബിയ അവിടെ കൊടുക്കുന്നതിൽ വലിയ രീതി ഇതിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു പോക്കിൽ ലക്കത് അദ്റക്തു മിൻ ഹാദിഹി സിയാറ അന്ന മസാറ ലൈസ മക്കാൻ ലിസ്സഫർ ഫഖത്ത്, അല്ലെ, ഈ ഒരു യാത്രയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്, നമുക്ക് മത്താർ സിയാറത്തിൽ മനസ്സിലായിട്ടുള്ളത് ഇതൊരു സഫറിന് വേണ്ടിയിട്ടുള്ള സ്ഥലം മാത്രമല്ല, ബൽഹുവ നിലാമുൻ മുതകാമിൽ യഅമലു ഫീഹിൽ മആത്ത് الأشخاص مئات أشخاص بالتنسيق والتعاون الكبير. تعلمت أهمية التنظيم والدقة في كل وظيفة. أصبحت أحلم أن أعلم في أحد هذه الأقسام في المستقبل. അല്ലേ, എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് എന്നുള്ളത് എന്തല്ല, ഒരു കംപ്ലീറ്റ് ഒരു യാത്രക്കുള്ള സ്ഥലം മാത്രമല്ല, പിന്നെയോ നിലാമൻ മുത്തക്കാമിൽ ഒരു കംപ്ലീറ്റ് സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന മിആത്തും മിൻ അഷ്ഖാസ്, അല്ലെ, മിആത്ത് അഷ്ഖാസുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളത്. എല്ലാവരും കോർഡിനേറ്റോടുകൂടി ഹാർമണിയോടുകൂടി ജോലി ചെയ്യുന്ന സ്ഥലമാണ്, വെറുതെ ജോലിയല്ല, എല്ലാവരും നല്ല കോർഡിനേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥലമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും ഒക്കാലത്ത് തജറുബത്ത് സിയാറത്തിൽ മത്താർ തജറുബത്തൻ താലീമിയത്തും ഇൻസാനിയത്തും റായ ജാൽത്തനി അഫ്തഖിർ ബലദി ബിത്തതവ്വുരി കബീർ ഫി മജാൽ ഖിറാൻ. അല്ലേ, എനിക്കെന്താ മനസ്സിലായിട്ടുള്ളത്, എൻ്റെ നാട്ടിലുള്ള ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അവിടെ എനിക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തജറുബത്ത് താലീമിയ വൽ ഇൻസാനിയ. താലീമിയ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കാര്യം എന്താ, അതുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണത്, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇനി തജറുബത്തിൽ ഇൻസാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് മാനുഷികമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അഥവാ അത് അറിഞ്ഞുകൊണ്ട് മനസ്സിന് നല്ലൊരു സന്തോഷം, ഒരു നല്ല റാഹത്ത് അതൊക്കെ കിട്ടുമ്പോഴാണ് ഇത് എന്താ പറയുക, നമ്മളതിൻ്റെ ഒരു ഇൻസാനിയായിട്ടുള്ള തജറുബ് എക്സ്പീരിയൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒന്നാം സെക്ഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് ഒന്നാം സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പോയത്, നിങ്ങൾക്കത് അറിയാൻ പറ്റും, കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ എയർപോർട്ട് സന്ദർശിച്ചപ്പോഴുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ കോൺവെർസേഷൻ കൂടി നമ്മളൊന്ന് കവർ ചെയ്ത് പോവാം. കോൺവെർസേഷൻ അതായത് എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ സംസാരിക്കാൻ ഇടയായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ, ഒരുപാട് ദീർഘകാലത്തിന് ശേഷം ആ സുഹൃത്തിനെ അവിടെ കാണുകയാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കാൻ ഇടയായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ. അൽ മുഹാദസ് നിക്കാഹ് സ്വദീഖ് ഫിൽ മത്താർ, അല്ലേ, നമ്മളുടെ ഫ്രണ്ടിനെ മത്താറിൽ വെച്ച് കാണുകയാണ്. അദ്ദേഹത്തോട് അഹ്മദ് അസ്സലാമു അലൈക്കും യാ ഖാലിദ് ലാ ഉസ്ദിക ഐനി അൻത ഹുനാ ഫിൽ മത്താർ, അല്ലേ, പീസ് ബി അപ്പോൺ യു, അല്ലേ, നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ ഖാലിദ്, എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എയർപോർട്ടിൽ വന്നിട്ടുണ്ടോ, അല്ലേ, നീയും എയർപോർട്ടിൽ വന്നിട്ടുള്ളോ, അല്ലേ. അപ്പോൾ ഖാലിദ് പറയാണ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി യാ അഹ്മദ് യാ ഇലാഹി ലം അറക മുൻദു ഇസ്നാദ്, മുൻദു ഇസ്നബാത്ത് ഞാൻ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. മാ അജ്മൽ ഹാദിഹി സ്വദഫ, അല്ലേ, ഇതെന്തൊരു കോയിൻസിഡൻസ് ആണ്, ഈ കൂടിക്കാഴ്ച എത്ര മനോഹരമാണ്, അല്ലേ. അപ്പോൾ അഹ്മദ് പറയാണ് അടുത്തതായിട്ട് ഹക്കൻ കഅന്നക ദർജമഅന ഹുന, അല്ലേ, ശരിക്കും സത്യമാണ് അഹമ്മദ്, അത് വളരെ ഖാലിദ് അത്ര തന്നെ സത്യമാണ്, നമ്മളെ വിധി ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നതാണ്, അല്ലേ. നമ്മൾ ലാസ്റ്റ് സമയത്ത് കണ്ട സമയത്ത് നമ്മൾ ഗ്രാജുവേഷൻ ഡേയിലായിരുന്നു, അല്ലേ, നമ്മൾ ലാസ്റ്റ് കണ്ടപ്പോൾ ഗ്രാജുവേഷൻ ഡേയിലായിരുന്നു, അല്ലേ, തഹറുജിലായിരുന്നു, ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തു വരുന്ന ദിവസമായിരുന്നു നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഖാലിദ് പറഞ്ഞു നാം സ്വഹീഹ്, ശരിയാണ്, അല്ലേ, അതിപ്പോൾ 3 വർഷത്തോളം കഴിഞ്ഞു എന്നുള്ളതാണ് ഖാലിദ് പറഞ്ഞല്ലോ. മറത്ത് സലാത്ത് സനവാത്ത് ബിസ്വർ, എത്ര പെട്ടതാണ് 3 വർഷം കഴിഞ്ഞതല്ലേ, അല്ലേ. അപ്പോൾ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ, ഞാനത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഖാലിദ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അഹ്മദ് പറയാണ് വാന ഐലൻ, അല്ലേ, എനിക്കത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഏതായാലും അത് നിൽക്കട്ടെ. അഖ്ബർനി, എന്നെ നീ അറിയിക്കേ, ഇല്ല അതിനെ തുസാഫിർ ഹാദിൽ മറ, നീ ഇപ്രാവശ്യം എങ്ങോട്ടാ യാത്ര പോകുന്നത്, നീ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്. ഖാലിദ് പറയാണ് അന ദാഹിബിൻ ഇലാ ദുബൈ ലിസിയാറത്തി അഖില്ലദി യഅമലു ഹുനാക്,
അല്ലേ? ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ സഹോദരൻ ദുബൈയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവൻ്റെ അടുത്തേക്കാണ്. വാൻസ് നീ എങ്ങോട്ടാണ് പോകുന്നത്? അല്ലേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അഹമ്മദ് പറയാണ്, ജീത്തുൽ ഉവദ്യു അമ്മി, ഞാൻ എൻ്റെ അമ്മിനെ കാണാനാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ അമ്മിനെ കാണാനാണ് വന്നിട്ടുള്ളത്, എൻ്റെ അങ്കിളിനെ കാണാനാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ജിദ്ദയിലേക്ക് ഉംറക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഞാൻ വന്നത് എന്താണ്, ഇവിടുത്തെ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എയർപോർട്ടിൽ വന്ന് കണ്ട് അതിൻ്റെ ചാൻസ് എടുക്കാൻ തന്നെ വന്നിട്ടുള്ളത്. വഹുവ ജമീലും മുനള്ളിമൻ ജിദ്ദൻ, അല്ലെ? എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരവുമാണ്, ഭയങ്കര സെറ്റപ്പും ആണല്ലോ ഇവിടെ എന്നുള്ളത് ആര് പറഞ്ഞു? നമ്മുടെ അഹമ്മദ് പറഞ്ഞു. ആ സമയത്ത് ഖാലിദ് പറഞ്ഞു, അതേ നാം ശരിയാണ്, അൽ മത്താറാത്ത് അമാക്കിനത്ത് മുദഹിഷത്തിൻ ഹക്കൻ, അല്ല നമ്മളെ ഞെട്ടിച്ച് കളയുന്നൊരു അമേസിങ് പ്ലേസ് ആണ് മുദഹിഷ എന്ന് പറഞ്ഞാൽ. അമേസിങ് കേട്ടോ, അമാക്കിന മുദഹിഷ, അമേസിങ് പ്ലേസ്. നിങ്ങൾക്കത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം, എല്ലായിടത്തും നോട്ട് ചെയ്ത് വെച്ചോളി. അല്ലേ? അതുപോലെ തന്നെ അതെന്തല്ല, ലൈസത്ത് മുജറത്ത് മുഹത്തത്ത് സഫർ, അത് യാത്രക്ക് വേണ്ടിയുള്ള സ്ഥലം മാത്രമല്ല, അല്ലേ? ബൽഹിയ ബവാബത്തുൽ തവാസുൽ ബൈന ശുഊബ്, അല്ലേ? നമ്മൾ പറഞ്ഞതുപോലെ, ഒരുപാട് ആദ്യം സൂചിപ്പിച്ചതുപോലെ, അത് യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം മാത്രമല്ല, മറിച്ച് അത് ജനങ്ങളെയും കൾച്ചറുകളെയും സംഗമിപ്പിക്കുന്ന ഒരു ഗേറ്റ് വേ ആണ്. ശരിയാണ്, അല്ലേ? ഒരു ഇന്നത്തെ കാലത്ത് കൾച്ചറുകളും മറ്റും കടന്നു വരുന്നത് എയർപോർട്ടുകളിലൂടെ തന്നെയാണ്. എയർപോർട്ടുകളിലൂടെയാണ് ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും നമ്മൾ അങ്ങോട്ട് പോകാനൊക്കെ ചെയ്യുന്നത്. സോ അതാണ് ഗേറ്റ് വേ ഓഫ് കൾച്ചർ ആൻഡ് അല്ല ബവാബത്തുൽ ഷുഊബ് സഖാഫത്ത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അതുപോലെ തന്നെ അഹമ്മദ് അപ്പം എന്ത് പറഞ്ഞു? സ്വന്തം നീ പറഞ്ഞ വളരെ സത്യമാണ് കേട്ടോ, അല്ലേ? നീ പറഞ്ഞത് വളരെ സത്യമാണ്. എന്തുകൊണ്ടത് പറയുന്നത്? വൽ മത്താർ യർബിത്തു ബൈനൽ മുദനി വൽ ബിൽദാൻ, അല്ലെ? ഒരുപാട് പട്ടണങ്ങളെയും നാടുകളെയൊക്കെ കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് എയർപോർട്ട്. അതുപോലെ തന്നെ സഹലു ഹയാത്തിൻ നാസ് ഫി ദിറാസ വൽ ഇലാജ് വൽ അമൽ വസിയാഹ, അല്ലെ? മനുഷ്യന്മാർക്ക് അതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്, അത് എളുപ്പമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എളുപ്പമാക്കുന്നത്? ഹയാത്തിൻ നാസി, അല്ലെ? ജനങ്ങളുടെ ജീവിതത്തെ എളുപ്പമാക്കുന്നു. ഫിൽ, അതുപോലെ തന്നെ ദിറാസ, പഠനകാര്യങ്ങൾ എളുപ്പമാക്കുന്നു, അല്ലേ? അതുപോലെ തന്നെ ഇലാജ്, അവൻ്റെ ഹെൽത്ത് കെയർ, അല്ലെ? നമ്മളെ ചികിത്സയും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കുന്നുണ്ട്. വൽ അമൽ, വർക്ക് എളുപ്പമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വസിയാഹ, ടൂറിസം കാര്യങ്ങളൊക്കെ എളുപ്പമാവുന്നുണ്ട്. കമാ അന്നഹു യുദ്ഹറു മുതത്തഖദ്ദുമി അദ്ദൗല വതൻളീമിഹാ لأن إدارة المطار تحتاج إلى التعاون بين الأقسام كثير الأمن والجمارك والمراقبة والجوية وخدمة المسافرين, അല്ലേ? ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായി, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡുകൾ നമ്മൾ കണ്ടു. നമ്മളെ എയർപോർട്ടുകളൊക്കെ എത്ര കണ്ട് മാനേജറാണെന്ന് നമുക്ക് കണ്ടു. ഇവിടെ എത്ര തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്, അല്ലേ? ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ ഉണ്ടല്ലോ. സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കസ്റ്റംസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ എന്താ പറയുന്നത്, മുറാഖബത്തുൽ ജവ്വിയ, അല്ലേ? എന്താണ്, എയർ കൺട്രോൾഡ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ പാസഞ്ചർ സർവീസ്, അല്ലെ? ഖിദ്മത്തുൽ മുസാഫിരീൻ, പാസഞ്ചർ സർവീസ് ഉണ്ട്. എത്ര സർവീസുകളാണ് ഇവിടെ ഉള്ളത്. ആ സമയത്ത് അഹമ്മദ് പറയാണ്, ദാറ്റ്സ് ട്രൂ, സത്യമാണ്, സദഖ്ത്, നീ പറഞ്ഞത് വളരെ സത്യമാണ്. ഹാദ സ്വഹീഹ് വാന കുന്തു ഉറാഖിബുൽ അമ്മാൽ വൽ മുവള്ളിഫീന ഹുന, അല്ലേ? ഞാനും ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ വന്ന് കാണുക എന്നുള്ളത് ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ല? ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടീസ് വളരെ അധികം മനോഹരമായിട്ടാണ് ചെയ്യുന്നത്, അല്ല? ഞാനും അത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കുല്ലു വാഹിദിൻ മിൻഹും യുഅദ്ദി ദൗറത്തിൻ ബദഖത്തു ബിനിളാം, അല്ലെ? ബിദഖത്തിൻ വനിളാം, അവരെന്താണ് വളരെ മനോഹരമായിട്ട് ഓരോരുത്തരും അവരുടേതായ ജോലികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഒരുപാട് ഡിസിപ്ലിനും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഖാലിദ് പറയാണ്, അല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്, വളരെ ശരിയാണ്. സിയാറത്തുൽ മത്താർ തജറുബത്ത് മുഫീദ, വളരെ ഉപകാരമുള്ളൊരു യാത്രയായിരുന്നു, അല്ലേ? വളരെ ഉപകാരമുള്ളൊരു സിയാറത്തായിരുന്നത്. ഖാസത്തുല്ലന കത്തുല്ല, നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് അത് പറയേ വേണ്ട, നമുക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. നതഅല്ലമു മിൻഹാ അഹ്മിയത്തുൽ വഖ്തി വതൻളീം വൽ ഇഹ്തിറാം, അല്ലെ? നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? അഹ്മിയത്തുൽ വഖ്ത്, സമയത്തിൻ്റെ പ്രാധാന്യം, എത്ര കണ്ട് സമയത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വതൻളീം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ അഹ്മദ് പറയാണ് കലാമൊക്കെ ജമീൽ യാ ഖാലിദ്, നീ പറഞ്ഞത് വളരെ ശരിയാണ് ഖാലിദ്, വെൽ സെഡ് യു, നീ നന്നായിട്ടാണ് കറക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. നിന്നെ ഒരുപാട് കാലത്തിന് ശേഷം കാണാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ബിസാദ. لأنني التقينا هنا بعد هذا مدة طويلة, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടു എന്നുള്ളത് അഷ്റു ബിസാദ, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഖാലിദ് പറഞ്ഞു വാന അയ്ളൻ, എനിക്കും അങ്ങനെ തന്നെയാണ്. كان المطار لم يكن فقط مكان للسفر بل كان مكان لقاء أحبة أيضا. അല്ലെ, നമുക്ക് ഈ മത്താർ എന്നുള്ളത് യാത്ര ചെയ്യാനുള്ള സ്ഥലം മാത്രമല്ലടോ, അത് സ്നേഹിതരെ കാണാൻ, അഹിബത്തിനെ കാണാനുള്ള ഒരു ലിഖായിന്റെ സ്ഥലം കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അഹമ്മദ് ചിരിച്ചു. യൗഹക് സദഖ്, നീ പറഞ്ഞ വളരെ ശരിയാണല്ലോ, അല്ലെ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്കൊരു ഫോട്ടോ എടുത്താലോ, അല്ലെ, നമുക്കൊരു ഫോട്ടോ, ഒരു സൂറത്ത് എടുക്കാം ഓർമ്മകളായിട്ട്, അല്ലെ, തദ്ക്രിയാത്തായിട്ട് നമുക്കൊരു ഒരുപാട് ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് നല്ല ഓർമ്മകൾ ബാക്കിയാക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഖാലിദ് പറഞ്ഞു ഫിക്റത്തുൻ റായിയ, ഗ്രേറ്റ് ഐഡിയ, നല്ല അടിപൊളി ഐഡിയ ആണത്, അല്ല. എന്നിട്ടോ പറഞ്ഞു ഒമയ്യദ്രി റുബമാ നൽതഖി മറത്തൻ ഉഖ്റ ഫി മതാറിൻ ആഖിർ, അല്ലേ, വഫി ബലദിൻ ആഖിർ. നമ്മൾ ആർക്കറിയാം, നമ്മൾ ചിലപ്പോൾ വേറൊരു നാട്ടിൽ വീണ്ടും വേറൊരു എയർപോർട്ടിൽ കണ്ടുമുട്ടില്ല എന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തോളി എന്നുള്ള ആൾക്കാർ പറഞ്ഞു. ഖാലിദ് പറഞ്ഞു, അഹ്മദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അല്ലേ, ഇൻഷാ അല്ലാഹ് നമുക്കത് ഒരു പിന്നെ എന്താകട്ടെ, അള്ളാഹു അനുഗ്രഹിച്ചാൽ, അല്ലേ, അള്ളാഹു അനുഗ്രഹിച്ചാൽ എന്താണ്, നമുക്ക് ലോകം ചെറുതാണ്, അല്ലെ, ഫദ്ദുന്യ സഗീറ വൽ മത്താറാത്തു താജ്ലുഹ അസ്ഗർ, മത്താറത്തുകളാണെങ്കിൽ അതിനേക്കാളും ചെറുതാണ്. അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇനിയും വേണമെങ്കിൽ കാണാലോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു കോൺവെർസേഷൻ. ഞാൻ സ്പീഡിൽ വായിച്ച അർത്ഥം വെച്ച് പോയതാണ്, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും അത് വായിക്കണമെങ്കിൽ. ഇനി ഖിതാമിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഖിതാം ഞാൻ ചുരുക്കി പറയാം, ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറയാം. ഞാൻ ഈ എയർപോർട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അതെന്തല്ല, വെറും ഒരു ട്രാവൽ പ്ലേസ് അല്ല, പിന്നെ എന്താണ്, ലോകത്തിനെ പിന്നെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ടെക്നോളജി, അതുപോലെ ടീം വർക്ക്, ഇതൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. നമുക്ക് യജ്മാവ് ബൈനുൽ നിളാമി വ തക്നിയത്തി വൽ അമൽ അൽ ജമാഇയ, അല്ലെ, ഒരുപാട് ഒന്നിച്ച് ജോലി ചെയ്യുന്ന ടെക്നോളജി അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലോകത്തിൻ്റെ ഒരു പതിപ്പാണ് യഥാർത്ഥത്തിൽ ഞാൻ കണ്ടത് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞാൻ എന്താണ്, ഒരു ഗ്രേറ്റ് എഫേർട്ടാണ് അവിടെ കണ്ടത്, അല്ല, എംപ്ലോയീസ് ചെയ്യുന്ന ഒരുപാട് വലിയൊരു എഫേർട്ട് എനിക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പിന്നെ പാസഞ്ചേഴ്സ് വളരെ സേഫും കംഫർട്ടും ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഞാൻ അവിടെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി എയർപോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറും പീപ്പിളിനെയും കൾച്ചറിനെയും കണക്ട് ചെയ്യുന്ന, അല്ലേ, താലിമി തജറുബത്ത് താലിമിയത്തുൽ ഇൻസാനിയത്ത് ഖയ്യമത്തുൻ തറക്തു ഫി നഫ്സി അസറൻ അമീഖ വജഅൽതനി അഫ്തഖിർ ബിബലദി വമാ വസല ഇലൈഹി മിൻ തതവ്വുർ മിൻ മജാലിൽ നിഖത്ത് വജബിയ. അതിൻ്റെ മുകളിൽ അത് പറയുന്നുണ്ട്. സഖാഫത്തുകളെയും ഷൂബുകളെയും റബത്ത് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് കൂടിയാണ് എയർപോർട്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നാഷൻസിനിടയിലുള്ള കോർപ്പറേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ എയർപോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ഏതായാലും എനിക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്ര കണ്ടാണ് നമുക്ക് ഖിതാമിൽ വരുന്നത്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഞാനിതിങ്ങനെ ഫുള്ളായി അർത്ഥം വെച്ച് തന്നതിൻ്റെ കാരണം, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ വക വരുത്തണമെങ്കിൽ അത് വരുത്താം എന്നുള്ള രീതിയിലാണ് ഞാനതിൽ മാറ്റങ്ങൾ വെച്ച് തന്നിട്ടുള്ളത്. ഫുഡ് നോട്ട് ഒന്ന് നോക്കിക്കോളും. ഒന്നാമത്തെ റാഹ, അതുപോലെ തന്നെ അൽ അമാൻ, അതുപോലെ തന്നെ തഅസീസ്, ഇതിനൊക്കെ അറബിയിലുള്ള വിശദീകരണവും ഇംഗ്ലീഷിൻ്റെ അർത്ഥവും ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഖയ്യിമ, അല്ലേ, ഖയ്യിമ എന്നുള്ള പദമാണ് അടുത്ത് വന്നത്. അതുപോലെ തന്നെ പിന്നെ വന്നത് മജാൽ നഖൽ ജവിയ, അല്ലേ, ഫീൽഡ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്, അപ്പോൾ മുറാഖബത്തുൽ ജവിയ, എയർ ട്രാഫിക് കൺട്രോൾ, അതുപോലെ തന്നെ ദിക്കത്ത് അക്യൂറസി എന്നൊക്കെ പറയുന്ന പോലെ. അത് കഴിഞ്ഞു, അർത്ഥം അങ്ങനെയാണ് വരുന്നത്, ആവശ്യമുള്ളത് പോലെ എഴുതാൻ നോക്കിയിട്ട്. അതുപോലെ തന്നെ അതിന് ശേഷം വന്നിട്ട് മറാജിയാണ്. മറാജി ഇപ്പോൾ ഇതിന് കുറേ മറാജിയൊന്നും കൊടുക്കാനില്ല, എങ്കിൽ പോലും എയർപോർട്ടുകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ചില അറേബ്യൻ രാജ്യങ്ങളിലുള്ള ചില സിലബസ് പുസ്തകങ്ങളുടെ പേര് ഞാനിവിടെ തൽക്കാലത്തേക്ക് മറാജിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേയൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണല്ലോ, അപ്പോൾ ആ മറാജികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്തരം മറാജികൾ നമുക്ക് നോക്കിയിരുന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് പൂർത്തിയാക്കുക. ഇതോടുകൂടി കമ്മ്യൂണിക്കേറ്റിംഗ് അറബിക്കിൻ്റെ അസൈൻമെൻറ്റ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ പൂർത്തിയാക്കുകയാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെൻ്റ് ആണ്. ഒരു എയർപോർട്ട് സന്ദർശിക്കുക, അതിൻ്റെ അനുഭവങ്ങൾ പറയുക,
എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അസൈൻമെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. 2 സെക്ഷനാണ് നമ്മൾ കാര്യത്തിൽ കൊടുത്തത്. ഞാൻ എയർപോർട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട എൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവിടെ വെച്ച് കണ്ടുമുട്ടി എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ ചിലവഴിച്ച ടൈമിൻ്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കൂടി നിങ്ങൾ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. ഓക്കെ, ഫൈൻ, താങ്ക് യു.